ഹറി ഡൗൺ ബൈ ജോൺ വെയ്ൻ. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹറി ഡൗൺ എന്ന് പറഞ്ഞ പുസ്തകം ഒരു ചെറുപ്പക്കാരനെ പറ്റിയിട്ടുള്ളൊരു കഥയാണ്. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് ചാൾസ് ലംലി. ആ ചെറുപ്പക്കാരൻ ജസ്റ്റ് ആളുടെ കോളേജ് പഠനം കഴിഞ്ഞ് നിൽക്കുകയാണ്. ചാൾസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചാൾസിനൊരു ബോറിംഗ് ആയിട്ടുള്ളൊരു ജോലി വേണ്ട. മറ്റുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ബോറിംഗ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ ആൾക്ക് താല്പര്യമില്ല. ആൾ ആഗ്രഹിക്കുന്നത് ലണ്ടനിലേക്ക് പോവാം, ടു ഫൈൻഡ് ആൻ അഡ്വെഞ്ചർ ആൻഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഹീ റിയലി വോണ്ട്സ് ടു ഡു വിത്ത് ഹിസ് ലൈഫ്. ആൾക്ക് ബോറിംഗ് ആയിട്ടൊരു ജോലി വേണ്ട. ആൾക്ക് ലണ്ടനിൽ പോയി ആൾക്ക് കണ്ടെത്തണം, ആളുടെ ജീവിതം കൊണ്ട് ആൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നാൾക്ക് കണ്ടെത്തണം. ഇപ്പോൾ ലണ്ടനിൽ ചാൾസ് പല തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടുന്നു. ഒരു വെറോനിക്ക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുമുട്ടുന്നു. ആളുടെ ഓൾഡ് ഫ്രണ്ട് ജോ എന്ന് പറയുന്ന ഒരാളെയും കണ്ടുമുട്ടുന്നു. ജോ ചാൾസിനെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ജീവിത രീതി ചാൾസിനെ പരിചയപ്പെടുത്തുന്നു. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഒരു ഫ്രീ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പരിചയപ്പെടുത്തുന്നു. ചാൾസ് അവിടെ ലണ്ടനിൽ പല പല ജോലികൾ ട്രൈ ചെയ്യുന്നു. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് തുടങ്ങി ഒരു ന്യൂസ് പേപ്പറിൽ റൈറ്റിംഗ് ജോബ് അതും ട്രൈ ചെയ്യുന്നു. പല പല ജോലികൾ ആൾ അവിടെ ട്രൈ ചെയ്യുന്നു. പക്ഷെ ഒരു ജോലിയിലും ആൾക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. ഹി ഫൈൻഡ്സ് ഇറ്റ് ഹാർഡ് ടു ഫിറ്റ് ഇൻ ടു ഓൾ ദി ജോബ്സ് ദാറ്റ് വിച്ച് ഹി ഡസ്. കഥ മൊത്തം പറയുന്നത് ചാൾസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവനോട് തന്നെ അവൻ ട്രൂ ആയിട്ട് നിൽക്കാനും അവൻ്റെ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ, അവൻ്റെ സൊസൈറ്റിയിൽ നിന്നുള്ള പ്രഷർ, റെസ്പോൺസിബിൾ ആകണം എന്നുള്ള ആളുടെ പ്രഷർ, അവനോട് തന്നെ ട്രൂ ആയിട്ട് നിൽക്കാനായിട്ട് അവൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കഥയുടെ അവസാനം ചാൾസ് ഒരുപാട് ചാൾസിനെ പറ്റി പഠിക്കുന്നു. സന്തോഷം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് സന്തോഷം കിട്ടുക, അതിനെപ്പറ്റി പഠിക്കുന്നു. എന്നിട്ട് അവൻ മനസ്സിലാക്കുന്നു ദറ്റ് ഹി മസ്റ്റ് ഫോളോ ഹിസ് ഓൺ പാത്ത് ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് വൺ അതേഴ്സ് എക്സ്പെക്റ്റ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കഥ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ വഴി, ഈ ലോകത്ത് കുറേ വഴികളുണ്ട്, അതിൽ നമ്മുടെ തന്നെ വഴി കണ്ടെത്തുക, അതാണ് ഈ കഥ. പിന്നെ നമ്മൾക്ക് തന്നെ നമ്മൾ ട്രൂ ആയിട്ട് നിൽക്കുക, അതാണ് ഈ കഥ.